ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനെന്നുള്ളത് എറണാകുളത്താണ്. ഞാനും ഫെബിനയും കൂടെ നല്ല ബഹളം ഇവിടെ. ഞാനും ഫെബിനയും കൂടെ ഇന്ന് കൊച്ചി കാണാനായിട്ട് വന്നതാണ്. അപ്പം കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോവാം. അപ്പൊ അങ്ങനെ നമുക്കാണെങ്കിൽ UK മൺഡേ UK ഹോളിഡേ ആണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോ ഒരു ലോങ് വെക്കേഷൻ പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു കൊച്ചി കാണാൻ വരണം. കാരണം ഈ അടുത്ത് നമുക്ക് ഇത്തിരി കണ്ടിട്ട് വരാന്ന് പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. അങ്ങനെ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ്, ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ 24 ആവും. അപ്പൊ എനിക്ക് ഈ വർഷം കിട്ടിയ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഫെബിനെ എന്നെ സർപ്രൈസ് ചെയ്തു ഇന്നലെ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഈ ഒരു സൈഡ് ബാഗ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസ് ബാഗ്, സ്കൂൾ ബാക്ക് പാക്കും കൊണ്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അപ്പൊ എത്ര മണി? ഇപ്പം മണി 9:30 ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പൊ എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ആൾക്കാർ. നമ്മള് രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് 5:45 ട്രെയിൻ കയറിയപ്പോ പോലും റോഡിന് വരെ ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ പറഞ്ഞ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഹോപ്പ്ഫുള്ളി ഇവിടെ മഴ പെയ്യൂലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഗൈസ്, ഞാൻ ബാംഗ്ലൂർ പോയപ്പോ എനിക്ക് ഐറ്റിനറി ഒക്കെ പറഞ്ഞു തന്ന ഫെബിനാണ്. പോണ്ടിച്ചേരി പോയപ്പോ പറഞ്ഞു തന്നത് ഫെബിനാണ്. എനിക്ക് അറിയാന്നുള്ളത് ഇല്ല, ഇവക്ക് അറിയാല്ല. ഇവള് ട്രാവലർ ആണ് ഗൈസ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല. എല്ലാ മന്തും ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഈ സ്ഥലവും ഇവക്കറിയാം. അപ്പം ഫെബിനെ പറയുന്നു, ഞാൻ കൂടെ പോകുന്നു. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നു പറ? ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്നു? ഫുഡ് കഴിക്കാൻ നമ്മള് പുറത്തൊരു ആര്യസ് ഉണ്ട്, അവിടെ ആര്യസിലാണോ പോകുന്നത്? രാവിലെ. ഓക്കെ ഗൈസ്, നമ്മള് നടക്കട്ടെ. നമ്മളങ്ങനെ ആര്യസിലല്ല വന്നത്, ശരവണ ഭവനിലാണ്. എന്നിട്ട് ദോശ. എനിക്കറിയായിരുന്നു ദോശ തന്നെയാണ്. എവിടെ പോയാലും വീട്ടിലും ദോശ, പുറത്തിറങ്ങിയാലും ദോശ. പിന്നെ പ്ലെയിൻ ദോശയും മസാല ഗീ റോസ്റ്റും തമ്മിൽ എന്ത് വ്യത്യാസം? അതിലും ഗീ ഇല്ലേ? ഗീ ഇല്ലാതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നടന്ന് നല്ല വേർത്ത് കുളിച്ചാണ് വന്നത് ഗൈസ്. ഇവിടെ ഭയങ്കരമായിട്ട് മഴ കറുത്ത് വരുന്നു. എനിക്കറിയില്ല. ഞാനാണെങ്കിൽ വൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. എന്താവും അറിയില്ല. നമുക്ക് പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ കടയിലും കിട്ടുമ്പോൾ തന്നെ. പിന്നെ നമ്മള് ചായ പറഞ്ഞത് നമ്മളല്ല, ഫെബിനെ പറഞ്ഞു നാട്ടുചക്കര ചായ എന്ന്. ഞാൻ കേട്ടിട്ടില്ല. ശർക്കര ഇട്ട ചായയാണ് അത് ഗൈസ്. അത് ഞാൻ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നാട്ടുചക്കര ചായ എന്ന് വന്നില്ല, നോർമൽ ചായയാണ്. ഞാൻ ഇപ്പൊ അത് വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. നീ പറഞ്ഞില്ലല്ലോ അതില്ല എന്ന് പറഞ്ഞെന്ന്. ആണോ? ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നോർമൽ ചായയാണ് വന്നത്. കൊള്ളാം കഴിച്ചു, നല്ല രുചിയുണ്ട്. ഉഴുന്നോടയും കൊള്ളാം. നീ എന്ത് ഉഴുന്നോട കഴിക്കാത്ത? ഉഴുന്നോട കഴിക്കൂല, പഫ്സ് കഴിക്കൂല, സമോസ കഴിക്കൂല, പിന്നെ എന്തോന്ന് കഴിക്കും? നമ്മൾ കൊച്ചി എത്തി. ഇനി നമ്മുടെ സ്റ്റേ തപ്പി നമ്മൾ നടക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. എന്തോ ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന്. ഞാൻ വരണ വഴിക്കൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ. കോൺട്രവേഴ്ഷ്യൽ ആണല്ലോ ഞാൻ പറഞ്ഞത്? ഇല്ലില്ല. ഓക്കെ, ഈ സ്റ്റേ കാണിച്ചു തരാം. കൊള്ളായിരുന്നാൽ മതിയായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഞാൻ റൂമിൽ കയറുന്നതും ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത് നല്ല വെയിൽ. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി ഒരു 700 മീറ്റർ നടക്കാനുള്ളായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലാണ്. ഞാൻ നല്ല വേർത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ കയറി വന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഗ്ലോറിയാസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. നമ്മൾ booking.com ബുക്ക് ചെയ്ത് ഇവിടെ വന്നത്. അത് ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസും നിറയെ ചെടികളൊക്കെ വെച്ച് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കുറച്ച് ടയർഡൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എനിക്കിനി തലയും കൂടെ കിട്ടിയാൽ മതി. ഫെബിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഫെബിനെ ഇപ്പോൾ കാണിക്കില്ല. ഫെബിനെ മുടി സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഞാൻ ഈ റൂം പ്രത്യേകിച്ചൊന്നുമില്ല, ഹോം സ്റ്റേ ആയിരുന്നു. ജസ്റ്റ് ഒരു വീട്ടിലൊരു റൂം ഇത്ര തന്നെ.
പക്ഷേ കൊള്ളാം, നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവരും. പിന്നെ ഭയങ്കര നല്ല വെൽക്കമിങ് ആൾക്കാരാണ്, നല്ല ഭയങ്കര നല്ല സ്വഭാവം അവർ. നമ്മൾ മോനെ മോനെ എന്നൊക്കെ വിളിച്ച് അവർ കയ്യിലെടുത്തു. അപ്പം അതിൽ തന്നെ നമ്മൾ വീണ് സത്യം പറഞ്ഞ. ഗൈസ്, ഫെബിനയുടെ ഹെയർ സ്ട്രെയിറ്റ്നർ, അത് കോമ്പ് അത് ചെയ്തപ്പോൾ എൻ്റെ മുടി നോക്കാൻ എനിക്ക് കൂതി വരുന്നു. എപ്പോഴും എൻ്റെ മുടിക്ക് ഇങ്ങനെ കിടന്നുകൂടെ, ഞാൻ കാണിച്ചിരുന്നു. എനിക്കൊന്ന് എടുത്തതാ, നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. എനിക്ക് നാച്ചുറലി ഇങ്ങനത്തെ മുടി കിട്ടിയിരുന്ന എന്ത് വേണമായിരുന്നു. പക്ഷെ ഞാനിത് ഇതിൻ്റെ അകത്ത് വെച്ച് എടുക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ മുടി കെട്ടി വയ്ക്കാൻ പോകണം. ഞാൻ ഇങ്ങനെ സ്നീക്ക് പണ്ട് വയ്ക്കാം, കാരണം ഭയങ്കര ചൂട്, ഞാൻ വേർത്ത് കുളിച്ച് ഭ്രാന്തിയാവും. അതുകൊണ്ട് ഞാൻ കെട്ടി വയ്ക്കാൻ പോകുന്നു. പക്ഷേ ഭയങ്കര ഭയങ്കര അടിപൊളി. എനിക്ക് വിഷമം വരുന്നത് എൻ്റെ ഒറിജിനൽ മുടി ഇങ്ങനെ അല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. നമ്മൾ എങ്ങോട്ട് പോകുന്നു? മട്ടാഞ്ചേരി പോകുന്നു. ഇനി ഞാൻ കുറച്ച് മട്ടാഞ്ചേരി ഗ്ലിംസസ് കാണിച്ചു തരാം ഗൈസ്. വി റീച്ച്ഡ് മട്ടാഞ്ചേരി പാലസ്. പക്ഷേ ഫ്രൈഡേ ഹോളിഡേ, എനിക്ക് വയ്യാട്ടോ. നമ്മൾ വന്നിട്ടുള്ള ഫസ്റ്റ് സ്ഥലമാണിത്. ഫസ്റ്റ് കാണാന്ന് ഡിസൈഡ് ചെയ്ത സ്ഥലം തന്നെ ഫ്രൈഡേ ഹോളിഡേ. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എവിടെ പോയാലും ആദ്യത്തെ ഒരു സ്ഥലം വന്നിട്ട് കുളമാവും. ഈ സ്റ്റേ എടുക്കാനായിട്ട് കുളമായി. എന്നിട്ട് അന്ന് അവിടെ പോയപ്പോൾ എന്തൊക്കെയോ എന്തോ ഒരു ഇതില്ലാത്ത പോലെ ആദ്യത്തെ സ്ഥലം വന്നിട്ട് കേസ്. അപ്പം നമ്മൾ നാളെ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം നമ്മൾ വിചാരിച്ചേ എന്തോന്ന് ഇവിടെ ആളില്ലല്ലോ എന്ന്. പക്ഷെ നോക്കിയപ്പോൾ ഫ്രൈഡേ ഹോളിഡേ. പക്ഷെ നമ്മൾ നാളെ വരും, നാളെ രാവിലെ. നമ്മൾ ഇങ്ങനെ ജൂ ടൗൺ എവിടെ എന്ന് തപ്പിക്കിപ്പോൾ ദാ ജൂ ടൗൺ എന്ന ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഗൈസ്. ദിസ് വെയിൽ ഇസ് ഫ്രീക്കിങ് മീ ഔട്ട്. ഞാനിവിടെ വേർത്ത് കുളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇന്ത്യയിൽ ജനിക്കേണ്ടതല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ വല്ല UK ടെമ്പറേച്ചറാണ് എൻ്റെ ബോഡിക്ക് സെറ്റാവുന്നത്. ഞാൻ എങ്ങനെയോ ഇവിടെ ജനിച്ചു പോയി. എനിക്ക് വെയിൽ പറ്റൂല. ഞാൻ ഒരു കൺക്ലൂഷനിലെത്തി, വെയിൽ എൻ്റെ തിങ്ങല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ഒന്നുകിൽ രാവിലെ ഇറങ്ങണം എവിടെയെങ്കിലും പോകാനായിട്ട്, അല്ലെങ്കിൽ വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങണം. അതേ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഗൈസ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം നോക്ക്, നല്ല ഭംഗി. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ എത്രത്തോളം ഭംഗി. അങ്ങനെ നമ്മൾ സിനഗോഗ്, ഇതാണ് സിനഗോഗ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇവിടെ എൻട്രി ഇല്ല. ഇന്ന് ഇവിടെയും ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, ഫ്രൈഡേ ഹോളിഡേ ആണ് ഗൈസ്. അറിയാത്തവരുണ്ടെങ്കിൽ എനിവേ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മളിത് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ചൂടെടുത്ത് പണ്ടാരടങ്ങി ഞാൻ എന്താ ഇവിടെ ഒരു മൂച്ച ആർട്ട് കഫേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഒരു എസ്തെറ്റിക് കോർണറിൽ നമ്മൾ അറിയാതെ വന്നിരുന്ന് പോയി. പക്ഷേ കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇവിടെ. എന്നിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോയും ഇവിടുത്തെ ഒരാളെടുത്ത് തന്നു. സോ വി ആർ ഹാപ്പി. അതാ അല്ലേ ഇന്നത്തത് ഡൺ, ഹാപ്പി. എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ നല്ലൊരു ഡ്രസ്സ് കിട്ടണമായിരുന്നു, ഫോട്ടോ കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടി. ഞാൻ ഒറ്റയ്ക്കുള്ളത് എനിക്ക് അതറിയില്ല എത്രത്തോളം ഗുഡായിരിക്കും. അത് ഗുഡായിരുന്നു, കാരണം നീ എടുത്തു തന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇനി എനിക്കൊരു ജ്യൂസ് കുടിക്കണം. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോവും? നമ്മളിവിടെ നേരെ റൂമിലോട്ട് വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ഇതേ ഉള്ളൂ. പിന്നെ മറ്റേ അപ്പുറത്തെ സൈഡില് വേറൊരു സംഭവം ഉണ്ട്, അങ്ങോട്ട് പോവാൻ. നീ കുറച്ച് സമയം നീ റെസ്റ്റ് എടുക്ക്. എനിക്ക് എല്ലാം അറിയാം, ഇവിടെ എല്ലാ സ്ഥലങ്ങളെ പറ്റി എല്ലാം അറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്റെ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ സൺസ്ക്രീനൊക്കെ എല്ലാം പോയി ഒലിച്ചതാ എൻ്റെ ഇതിലെടുത്ത് ഞാൻ.
എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഓണാണോ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാനും ഫെബിനയും കൂടെ എവിടെ ഫുഡ് കഴിക്കാമെന്ന് തപ്പി തപ്പി ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മളൊരു കഫേയിൽ വന്നു. കഫേയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കഫേ അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഒരു വലിയൊരു ഹോട്ടലിൽ, അപ്പോൾ അതിൻ്റെ സൈഡിലുള്ളൊരു കഫേയാണ്. ഭയങ്കര ഇവിടെ ആരുമില്ല എന്ന് വെച്ചാൽ ലിറ്ററലി ഞാനും ഫെബിനയും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. നമ്മൾ പാസ്തയും പിന്നെ മൊയ്റ്റയും ഓർഡർ ചെയ്ത് നമ്മളപ്പോൾ അത് കഴിക്കാൻ പോവാണ്. ഭയങ്കര വിശപ്പൊന്നും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു ഗൈസ്. ഇതൊക്കെ നമ്മൾ പ്രിറ്റിയായി അല്ലേ? യെസ്. ഇപ്പോൾ നമ്മൾ എന്താണ് മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന് നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു? ഫോർട്ട് കൊച്ചി ആൻഡ് മറൈൻ ഡ്രൈവ് അങ്ങോട്ട് പോവാണ്. സൺസെറ്റ് കാണുമെന്നാണ് വിചാരിച്ചത്, ബട്ട് എന്ത് പറ്റി? സൺസെറ്റ് നമ്മൾ കാണോ? കണ്ടാ മതി. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഫേമസ് പേസ്ട്രി കഴിക്കാനാണ് പോകുന്നത് അല്ലേ? പേസ്ട്രി അല്ലെങ്കിൽ കേക്ക്, അത് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇനി അവിടെ പോയിട്ട് ഞാൻ കാണിച്ചത്. ഇനി ഫോർട്ട് കൊച്ചി വരെ ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 700 മീറ്റർ. അങ്ങോട്ട് നമ്മൾ നടന്നാണ് പോകുന്നത്, ഊബർ പിടിക്കുന്നില്ല. ഇനി കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ എന്താണ് വിചാരിച്ചത്, നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി പോകുന്നു, മറ്റേ ഓൾഡ് ഹാർബറിൽ പോയി ഫോട്ടോ എടുക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. ഓക്കെ, ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഫോർട്ട് കൊച്ചിയുടെ ഗ്ലിംസസ് കാണിച്ചു തരാം ഗൈസ്. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു എസ്തെറ്റിക് സ്ഥലം കണ്ടത്. നോക്കിയപ്പോൾ ജയസൂര്യയുടെ വൈഫിന്റെ ബൊട്ടീക്കാണിത്. സരിത ജയസൂര്യനെ കണ്ടപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കുട്ടി ബൊട്ടീക്ക്, ഭയങ്കര ക്യൂട്ട് എസ്തെറ്റിക് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടില്ലേ? സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. സ്ഥലമാണ് കൊച്ചി എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ സ്റ്റോറിയിലും കാണുന്നതാണ് ഈ മറ്റേ എന്തോന്ന് ഫോർട്ട് കൊച്ചി അല്ലേ? ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഇത് റെസ്റ്റോറൻറ്റ് അല്ലേ? റെസ്റ്റോറൻറ്റും പിന്നെ ഓൾഡ് ഹാർബറും. അപ്പം ഭയങ്കര ഭംഗി കേട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. നീ ഇത് തരാനല്ലേ വന്നത്? ഭയങ്കര ഭംഗിയുണ്ട് കൊച്ചി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും ഭയങ്കര ഒരു പോണ്ടിച്ചേരി വൈബ് കേട്ടാ. സീരിയസ്ലി ഇവിടെ ഉള്ളവര് ഇനി പോണ്ടിച്ചേരി പോണ്ട. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. എല്ലാം ഒന്ന് കാണിക്കോ? നമ്മള് വന്ന എന്താണ് കഫേയുടെ പേര്? കാശി എന്നാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ്. ഈ കേക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ വെറും കേക്ക്. നമ്മളിവിടെ ഫോട്ടോ കാണിച്ചപ്പം ആള് പറഞ്ഞു ഇതിന്റെ പേര് ചോദിച്ചപ്പോൾ കേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ആക്കിയതായിരിക്കും അത്. അപ്പോൾ പറഞ്ഞു ഈ കേക്കിന്റെ പേരെന്ന് പറഞ്ഞാൽ കേക്ക് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, വലിയ കേക്ക്. ഇതിൽ കാണുമ്പോൾ തോന്നുന്നു കുട്ടി കേക്ക് എന്ന്, പക്ഷെ അങ്ങനെയല്ല, വലിയ കേക്കാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കഫേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്തെറ്റിക് കഫേയാണ് കേട്ടോ ഗൈസ്, നല്ല രസമുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് കേട്ടോ. കൊള്ളാം, രുചിയുണ്ട്. ഇനി ഫെബിനെ ടേസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ? നീ മേലെ ഇരിക്കില്ല, അതുകൊണ്ടാണ്. അയ്യോ, നോർമൽ കേക്ക്, ചോക്ലേറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഐസ് വർത്താന്ന് വെച്ചാൽ അറിയില്ല. എല്ലാം നമ്മൾ റീല് കണ്ടിട്ടാണ് കേട്ടോ ശരിക്കും ഇത് ട്രൈ ചെയ്യാൻ വന്നത്. അത്ര വർത്താണോ എന്ന് ചോദിച്ചാൽ നോർമൽ ഒരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ അവർ എക്സ്ട്രാ ഒരു ചോക്ലേറ്റ് സിറപ്പ് അങ്ങ് ഒഴിച്ചു തന്നു. പിന്നെ അത്യാവശ്യം സൈസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര മസ്റ്ററായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മഞ്ജുമയ്ക്ക് തോന്നി ഗൈസ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് തലവേദന എടുക്കുന്നത്. എന്റെ പ്രശ്നം ഇതാണ്, മധുരം ഒരുപാട് കഴിച്ചാൽ എനിക്ക് തലവേദനിക്കും. ഞാൻ നിർത്തി.
ഇത് രണ്ടുപേരെ കൊണ്ടും കഴിക്കാൻ പറ്റൂല, 3 പേര് വേണം ഒരു കക്ക് കക്കെന്ന് കേക്ക് കേക്ക് കഴിക്കാനായിട്ട്. ഞാൻ കിറിഞ്ഞു സത്യം പറഞ്ഞ മധുരം കഴിച്ച് പറ്റുന്നില്ല. വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം അല്ലേ, ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് നോർമൽ കേക്ക്, കുറെ ചോക്ലേറ്റ് മറ്റേ മെൽറ്റ് ചെയ്ത് അതിൽ ചേർത്തിരിക്കുന്നു. ബട്ട് ദി ആംബിയൻസ് ഇസ് ഗുഡ് വിച്ച് വി വാണ്ടഡ് ടു ട്രൈ അല്ലേ. Even though I hate butterflies, this picture looks good. Hi Para. Guys, we reached where? Marine Drive, guys. സമാധാനത്തോടെ കാറ്റുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഗൈസ്, ഞാൻ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ തിരിച്ച് ബസ്സിൽ കയറി. ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായി സത്യം പറഞ്ഞ ബസ്സിൽ കയറിയിട്ട്, അതും ഇങ്ങനെ തൂങ്ങി വലിഞ്ഞൊക്കെ നിന്നിട്ട് നാളുകളായി. അങ്ങോട്ട് നമ്മൾ ക്യാബിൽ പോയി. അപ്പം തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബസ്സിൽ വരാറുണ്ട്. അതാണ് കുറച്ചുകൂടെ ലാഭമായിരുന്നത്. ക്യാബ് കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് നമ്മൾ ബസ്സിൽ വന്ന്, ബസ്സിലാണെങ്കിൽ എൻ്റെ ദൈവമേ ഈ റീലിലൊക്കെ കാണൂലേ അങ്ങനെ ഹോണടി വണ്ടിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന അഡ്വഞ്ചർ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇനി ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു കേക്ക് കഴിച്ചു. ഇനി ഫുഡ് ഓർഡർ ചെയ്യണം, കഴിക്കണം. അങ്ങനെ എൻ്റെ കൊച്ചി വ്ലോഗ് ഡേ 1 ഇന്ന് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഫെബിന പുറത്തുനിന്ന് കോൾ കഴിഞ്ഞിട്ട് വന്നു. സോ ഇനി നാളെ കാണാം. അപ്പോൾ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.